കൊച്ചിയിലെ 25 കോടി രൂപയുടെ ഓൺലൈൻ തട്ടിപ്പിൽ അന്വേഷണ സംഘം ഹൈദരാബാദിലേക്ക് പോകുമെന്ന വിവരമാണ് പങ്കുവയ്ക്കുന്നത്. അറസ്റ്റിലായ കോഴിക്കോട് സ്വദേശികളായ പ്രതികൾ ഉപയോഗിച്ച വാടക അക്കൌണ്ടുകളിൽ ചിലത് കൈകാര്യം ചെയ്തിരുന്നത് ഹൈദരാബാദ് കേന്ദ്രീകരിച്ചാണ്. സൈബർ തട്ടിപ്പ് സംഘമാണ് ഈ അക്കൗണ്ടുകൾ കൈകാര്യം ചെയ്തിരുന്നത്. 24 മോർണിംഗ് ബ്രേക്കിംഗ്. ഈ സൈബർ തട്ടിപ്പുകളും ഓൺലൈൻ തട്ടിപ്പുകളിലും ഉപയോഗിക്കുന്നത് മ്യൂൾ അക്കൗണ്ടുകളാണ്. അതായത് അക്കൗണ്ടുകൾ ഉടമകളുടെ കയ്യിൽ നിന്ന് തന്നെ വാടകയ്ക്കെടുത്ത് ഒരു നിശ്ചിത തുക വാടക കൊടുത്തത് തട്ടിപ്പിന് ഉപയോഗിക്കുക എന്നുള്ള രീതിയാണ്. ഈ 25 കോടി രൂപയുടെ തട്ടിപ്പ് അന്വേഷണം ഹൈദരാബാദിലേക്ക് പോകുന്നതും ഈ മ്യൂൾ അക്കൗണ്ടുകൾ കണ്ടെത്തുന്നതിന് വേണ്ടി തന്നെയാണ്. കോഴിക്കോട് സ്വദേശികളെ നേരത്തെ ഈ കേസിൽ അറസ്റ്റ് ചെയ്തിരുന്നു. ഇവർ ഉപയോഗിച്ചിരുന്ന അക്കൗണ്ടുകൾ ആദ്യം ഉപയോഗിച്ചിരുന്നത് ഹൈദരാബാദ് സ്വദേശികളാണ്. അത് ഹൈദരാബാദിലാണ് അക്കൗണ്ടുകൾ എടുത്തിരുന്നത്. അതിൻ്റെ ഉടമസ്ഥർ അത് സൈബർ തട്ടിപ്പുകൾക്ക് വേണ്ടി മുൻപ് ഉപയോഗിച്ചിരുന്നതായി നമ്മുടെ അന്വേഷണ സംഘങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആ കേസിൽ ഉൾപ്പെട്ട ആളുകളെ കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ടാണ് ഹൈദരാബാദിലേക്ക് പോകുന്നത്. ഈ അന്വേഷണത്തിൽ നേരത്തെ തന്നെ ഹൈദരാബാദിൽ ഈ അക്കൗണ്ടുകളിൽ ഉടമകളിൽ ഒരാൾ ജയിലിലാണ് എന്നുള്ളത് അന്വേഷണ സംഘം കണ്ടെത്തിയിരുന്നു. അതും സൈബർ തട്ടിപ്പ് കേസിൽ തന്നെയാണ് നിലവിൽ ജയിലിൽ കഴിയുന്നത്. കൂടുതൽ അക്കൗണ്ട് ഉടമകളെ കണ്ടെത്തുന്നതിനാണ് അന്വേഷണം ഹൈദരാബാദിലേക്ക് പോകുന്നത്. ഇതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ തട്ടിപ്പിലൂടെ സ്വന്തമാക്കിയ പണം അത് ക്രിപ്റ്റോ കറൻസിയെ കൈമാറ്റം ചെയ്ത ശേഷം തായ്ലാൻഡിൽ എത്തിച്ച് അത് രൂപയാക്കി അവർ കൈമാറ്റം ചെയ്തു എന്നുള്ളത് അന്വേഷണ സംഘം കണ്ടെത്തിയിട്ടുണ്ട്. ഈ തട്ടിപ്പിൻ്റെ പണ കൈമാറ്റത്തിന് വേണ്ടി ഇവർ തായ്ലാൻഡിലും ഹോങ്കോങ്ങിലും സന്ദർശനം നടത്തിയിരുന്നു എന്നുള്ളതും കണ്ടെത്തുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും ഈ തട്ടിപ്പുകാർ നിസ്സാരക്കാരല്ല. 25 കോടി രൂപ 90 തവണയായി കൈമാറ്റം ചെയ്യപ്പെട്ട ആളുകളാണ്. അവരെക്കുറിച്ചുള്ള കൂടുതൽ അന്വേഷണമാണ് ഹൈദരാബാദിലേക്ക് നമ്മുടെ സംഘം യാത്ര തിരിച്ചിരിക്കുന്നത്. കൂടുതൽ വിവരങ്ങളും അറസ്റ്റുകളും പ്രതീക്ഷിക്കാവുന്ന ഒരു കേസന്വേഷണം കൂടിയാണിത്, ഹാഷ്മി.